ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ശരണ്യ സ്റ്റൈരീസ്. വീഡിയോ ഇങ്ങനെ ഫുൾ ഷെയ്ക്കായിട്ടാണുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂൺ ബാഷിങ്ങിന് പോയതായിരുന്നു, ഡെസേർട്ട് സഫാരി. അതുകൊണ്ട് തന്നെ വണ്ടി നന്നായിട്ട് ഇളകുന്നത് കൊണ്ട് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എടുക്കാം എന്നുള്ള ഇതിലാണ് ജസ്റ്റ് ഇത് തന്നെ ഫസ്റ്റായിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ദുബായിലുള്ള ഫസ്റ്റ് ഡേയിലെ ആഫ്റ്റർനൂണുള്ള സംഭവമാണ്. മോർണിംഗ് ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെസേർട്ട് സഫാരി ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഏകദേശം ഉച്ചക്കൊരു ഭക്ഷണം ഞങ്ങൾക്ക് ഹോട്ടലിൽ തന്നെയായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കാറിൽ അവർ പിക്ക് ചെയ്യാൻ വന്നു. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കപ്പിളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡെസേർട്ട് സഫാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു 45 മിനിറ്റ്സിൻ്റെ 1 ഹവറിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ എത്തി. ഞങ്ങൾ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്കൊക്കെ ഓടിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടത്തേക്കായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതായത് ബൈക്ക് അവിടെ നിന്ന് ഡെസേർട്ടിൽ കുറച്ച് ടൈം ഓടിച്ച് കളിക്കാം. ബൈക്ക് ആക്ച്വലി 2 ടൈപ്സ് ഉണ്ടായിരുന്നു. പല ഡിഫറെൻറ്റ് റേറ്റിൻ്റെ അവരവിടെ ഒരു ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ഓപ്പൺ ആയിട്ടും ക്ലോസ് ആയിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ക്ലോസ്ഡ് ആയിട്ടാകുമ്പോൾ നമ്മളുടെ കൂടെ ഒരു 3-4 പേർക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോകാൻ പറ്റും. ഒരു ഫാമിലിക്ക് ജോയിൻ ചെയ്ത് പോകാൻ പറ്റും. അത് കുറച്ചുകൂടെ ദൂരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് അതിന് കുറച്ച് റേറ്റ് കുറവാണ്, ബട്ട് സാധാ ബൈക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റും അതുപോലെ തന്നെ ആ ഒരു ഡെസേർട്ടിൽ ട്രാവൽ ചെയ്യുന്നത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ഞങ്ങൾക്ക് അവിടെ ബൈക്ക് ഓടിക്കാൻ കിട്ടിയായിരുന്നു. അത് 1 ടൈം പേ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഹസ്ബൻഡിന് കയറാം, അല്ലെങ്കിൽ പിന്നെ വൈഫിന് കയറാം, അല്ലെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് കയറാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് വലിയ തിരക്കേടില്ല. ഒരു 1 ടൈം എക്സ്പീരിയൻസിന് ഓക്കെയാണ്. കുറച്ചൊക്കെ ഒരു എക്സ്പെൻസീവാണ്. അങ്ങനെ 20 മിനിറ്റിൻ്റെ ബൈക്ക് ഓടിക്കലിന് ശേഷം ഞങ്ങൾ നേരെ ഡെസേർട്ട് സഫാരി ചെയ്യാൻ വേണ്ടി, അതായത് ഡ്യൂൺ ബാഷിങ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് ചെറുങ്ങനെ ഒന്ന് കുറച്ച് വിട്ടു. അതിനുശേഷം ഡ്യൂൺ ബാഷിങ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കൊള്ളായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. 1 ടൈം ആക്ച്വലി ട്രൈ ചെയ്യാൻ ഇതൊക്കെ നല്ല ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവർ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റും നമ്മുടെ കണ്ണിലൊക്കെ മണലിങ്ങനെ അടിച്ച് കയറുന്ന പോലെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈവൻ അവിടെ നിൽക്കാനും കാര്യങ്ങളൊക്കെ നല്ല ഓക്കെ ആയിരുന്നു. പക്ഷേ ആ കാറ്റ് കാരണം ഈ മണലിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ അത് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, അവിടെ നമുക്ക് ഈ ഡ്രൈവർമാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സാൻഡ് ബോർഡ് അപ്പോൾ നമുക്ക് അതിലിരുന്നിട്ട് ജസ്റ്റ് അവിടെ നിന്നൊരു ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പാടെ തന്നെ ചോദിച്ചായിരുന്നു സാൻഡ് ബോർഡ് വേണമെന്ന്. അങ്ങനെ ഞാനത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം നമ്മൾ സ്വീഡനിലായിരിക്കുമ്പോൾ നമ്മൾ സ്ലഡ്ജിങ് ചെയ്യാറുണ്ടല്ലോ മഞ്ഞിലൂടെ തന്നെ, ആ ഒരു സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇത് മണലിലൂടെ തന്നെ. പക്ഷേ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് വരുന്ന സമയത്തേക്ക് ഈ കാറ്റ് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ മണൽ വന്നിട്ട് നമുക്കന്നേരം ഫുൾ ഇതാക്കാൻ പറ്റത്തില്ല, കണ്ണ് ക്ലോസ് ആയി പോകും. അത്യാവശ്യം നല്ല രീതിയിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്തായിരുന്നു. പക്ഷേ താഴോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ മെല്ലനെ ഇതായി, കാരണം എൻ്റെ കണ്ണിൽ ഇതായപ്പോൾ. അപ്പോൾ 1 ടൈം മാത്രമേ ഞാൻ പിന്നെ അത് ട്രൈ ചെയ്തുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ സ്വീഡനിൽ സ്ലഡ്ജിങ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ യാത്രയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്യാമ്പിൽ നമുക്ക് എന്താ പറയുക, ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, അങ്ങനത്തെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസും അതുപോലെ ബഫേ സിസ്റ്റം, അതായത് ഫുഡ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പല യൂട്യൂബ് വീഡിയോയിലും ഞാൻ കണ്ടായിരുന്നു. ഫുഡൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂസ് കണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, ഞങ്ങളവിടെ പോയി അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്കന്ന് കിട്ടിയിരുന്നത്. ബാർബിക്യൂ മോഡലായിട്ട് നല്ല ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ബെല്ലി ഡാൻസ് ആയിക്കോട്ടെ, ഫയർ ഡാൻസ് ആയിക്കോട്ടെ, ലാസ്റ്റുള്ള ഫയർ ഡാൻസ് കിഡിലായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ആ ഒരു പിന്നെ അറബിക് മ്യൂസിക്കിൻ്റെ ഇതിൽ നമ്മളത് കാണുന്ന സമയത്ത് അത് റിയലി എന്താ പറയുക, നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ പാക്കേജിൽ അവിടെ നിന്ന് ഇൻക്ലൂഡായ ഒരു സംഭവമായിരുന്നു മെഹന്തി. ആക്ച്വലി മെഹന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഡിസൈനാണ് അവരിടുക. നമുക്ക് അതിൽ കൂടുതലുള്ള ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം നമ്മളത് ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ പാക്കേജ് ജസ്റ്റ് ബേസിക് ഡിസൈൻ ഉള്ളത് കാരണം
ഞാൻ ജസ്റ്റ് ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ എന്നും അൺലിമിറ്റഡ് ആണ് കേട്ടോ. എത്ര പിന്നെ ഡ്രിങ്ക്സ് വേണമെങ്കിലും എടുക്കാം, എത്ര ടീ വേണമെങ്കിലും കുടിക്കാം, എത്ര കോഫി വേണമെങ്കിലും കുടിക്കാം. സോ ചെറിയ ഒരു ഷോപ്പ് പോലെയായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ബുഫേ സിസ്റ്റമായിട്ട് അവർ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എല്ലാവർക്കും തരുന്നതുമായിരിക്കും. അപ്പം ഇതും ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ദുബായിൽ പോയി നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മിറാക്കിൾ ഗാർഡൻ ആയിക്കോട്ടെ, ഡെസേർട്ട് സഫാരി ആയിക്കോട്ടെ, രണ്ടും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് രണ്ടും മെമ്മറബിളായിട്ട് അത്യാവശ്യം നല്ലൊരു വിസിറ്റ് തന്നെയായിരുന്നു ദുബായ്. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് പോയോ? Energy and charm. Please welcome our incredible performers.
Talking about the